പ്രിയമുള്ളവരെ നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾ ഇങ്ങനെ കത്തിപ്പടരുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം പോലും ചർച്ച ചെയ്യേണ്ട ഒരു വാർത്താ പ്രാധാന്യമുള്ള കാര്യമല്ല അത്. പക്ഷേ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഇത്തരം എരിവും പുളിയുമുള്ള കഥകൾ കേൾക്കുവാൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വാർത്താ മാധ്യമങ്ങൾ പരമാവധി പൊടിപ്പും തൊങ്ങലും വെച്ച് തന്നെ ഈ കഥകൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങളിൽ വ്യക്തത വരുന്നില്ല. കാരണം മൂന്ന് പേരാണ് പ്രധാനമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. അവന്തിക എന്ന് പറയുന്ന ട്രാൻസ്ജെൻഡർ, അവർക്ക് ബി ജെ പിയുമായിട്ടുള്ള ബന്ധം അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നോക്കുമ്പോൾ വ്യക്തമാണ്. അവർ തന്നെ ബി ജെ പിയെ പിന്താങ്ങുന്ന, ബി ജെ പിയിലാണ് അവരുടെ പ്രതീക്ഷ എന്ന് പറയുന്ന തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ അവരുടെ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ കാണാൻ പറ്റും. മറ്റൊന്ന് റിനി ജോർജ്, അവര് പിതാവ് ദേശാഭിമാനിയുടെ സബ് എഡിറ്ററാണ്, CPM വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി മെമ്പറാണ്. മറ്റൊന്ന് ഹണീഫ് ഭാസ്കർ, പ്രവാസി എഴുത്തുകാരിയാണ്. അവർക്ക് പ്രവാസി സംഘടനകളുമായിട്ട്, CPMന്റെ പ്രവാസി സംഘടനകളുടെ ബന്ധമുണ്ട്. അവരുടെ സോഷ്യൽ മീഡിയ പേജ് നോക്കിയാലും CPMന്റെ നേതാക്കന്മാരും മന്ത്രിമാരുമായിട്ടൊക്കെ ഇരിക്കുന്ന ചിത്രങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ മൂന്ന് പേർക്കും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിക്കുന്ന മൂന്ന് പേർക്കും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനവുമായിട്ട് എതിർപ്പുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആളുകളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റൊന്ന്, കൂടുതൽ അദ്ദേഹത്തിനെതിരെ വ്യക്തത വരുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് റിപ്പോർട്ടർ ചാനലിൽ അവർ പുറത്തുവിട്ട ഒരു വോയിസ് ക്ലിപ്പാണ്. അദ്ദേഹം ഒരു പെൺകുട്ടിയോട് വിളിച്ച് ഗർഭചിത്രം നടത്തണം എന്ന് പറയുന്ന ഒരു വോയിസ് ക്ലിപ്പ്. പക്ഷേ ആ പെൺകുട്ടി അതുമായി ബന്ധപ്പെട്ട പരാതി കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിന് വ്യക്തതയും വരുന്നില്ല. പരാതി കൊടുത്താൽ മാത്രമേ അതുമായി ബന്ധപ്പെട്ട വ്യക്തത വരൂ, അദ്ദേഹത്തിന് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനും പറ്റൂ. പക്ഷെ അദ്ദേഹവും ആ വോയിസ് തൻ്റേത് അല്ല എന്ന് നിഷേധിക്കുന്നില്ല എന്ന പ്രത്യേകതയും കൂടിയുണ്ട് എന്നത് ഈ അവസരത്തിൽ ചേർത്ത് വെക്കേണ്ടതാണ്. മറ്റൊന്ന്, എന്തൊക്കെയായാലും യൂത്ത് കോൺഗ്രസിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് നേതൃത്വം നൽകിയ ഒരു നേതൃത്വമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെത് എന്ന് കാര്യത്തിൽ സംശയമില്ല. ചാനൽ ചർച്ചകളിലൊക്കെ അദ്ദേഹം ഫയർ ബ്രാൻഡ് ആയിരുന്നു. മിക്കപ്പോഴും BJPയിലെയും CPMലെയും ഒക്കെ യുവ നേതാക്കന്മാർ അദ്ദേഹത്തിന്റെ മുന്നിൽ വന്നിരുന്ന് വിയർക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത്രമേൽ തന്റെ പ്രസ്ഥാനത്തെ മാധ്യമങ്ങളിലൊക്കെ പ്രതിരോധിക്കുന്നതിന് അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്ന വലിയ വസ്തുത കൂടിയുണ്ട്. മറ്റൊന്ന്, നമ്മൾ ഈ അവസരത്തിൽ PK ഫിറോസിന്റെ ഒരു അവസ്ഥ കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട്. PK ഫിറോസും രാഹുൽ മാങ്കൂട്ടത്തിലും അവരുടെ എതിരാളികളുടെ ലക്ഷ്യമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അവരുടെ രാഷ്ട്രീയ എതിരാളികളുടെ ലക്ഷ്യമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം രണ്ടുപേരും UDFന്റെ കുന്തമുനകളായിരുന്നു. അവരുടെ രാഷ്ട്രീയ എതിരാളികളുടെ മേൽ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരുന്നതിലും അവർ ബദ്ധശ്രദ്ധരായിരുന്നു. പക്ഷേ രണ്ടുപേരും ഇപ്പോൾ പ്രതിരോധത്തിലായിരിക്കുന്നു എന്ന വലിയ വസ്തുത കൂടിയുണ്ട്. ഒരു നിയമസഭാ ഇലക്ഷന്റെ പടിവാതിലെത്തി നിൽക്കുകയും യൂത്ത് കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിന്റെയും രണ്ടു പ്രമുഖരായ നേതാക്കന്മാർ ശത്രു പ്രസ്ഥാനങ്ങൾക്കെതിരെ ശക്തമായി വീശിയടിച്ചിരുന്ന രണ്ട് കൊടുങ്കാറ്റുകൾ എന്ന് തന്നെ പറയാവുന്ന രണ്ടു നേതാക്കന്മാർ നിശ്ചലമാക്കപ്പെടുന്നത് UDFന്റെ ഇനിയുള്ള പ്രവർത്തനങ്ങളെ ബാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ മണിക്കൂറുകളിൽ, ഈ നിമിഷങ്ങളിലൊക്കെ യൂത്ത് കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിന്റെയും ഒക്കെ സൈബർ ഇടങ്ങൾ നിശബ്ദമാണ്. എന്ത് ചെയ്യണം, എങ്ങനെ പ്രതിരോധിക്കണം എന്നറിയാതെ ഒക്കെ നിശബ്ദരായിരിക്കുന്ന ഒരു വലിയ പ്രത്യേകത കൂടിയുണ്ട്. അത് അവരുടെ പ്രവർത്തനത്തെ ബാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾക്ക് വ്യക്തത വരുന്നില്ല. ആകെ ഉള്ള ഒരു ആരോപണം എന്ന് പറയുന്നത് ആ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട അവരുടെ ഗർഭചിത്രം നടത്തണമെന്ന് ബന്ധപ്പെട്ട ആരോപണമാണ്. പക്ഷേ അത് ആ പെൺകുട്ടി നിയമത്തിന് മുന്നിൽ വരാത്തിടത്തോളം കാലം അതുമായി ബന്ധപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിന്റെ അദ്ദേഹത്തെ നിയമവിധേയനാക്കാനുള്ള കാര്യങ്ങൾക്ക് തടസ്സമുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ കൂടുതൽ ആരോപണങ്ങൾ വരുന്നു എന്ന വസ്തുത കൂടിയുണ്ട്. മുൻ MPയുടെ മകൾ ഉൾപ്പെടെ 5ഓളം പേർ പരാതി നൽകി എന്ന് പറയുന്നു. എന്നിട്ടും ദീപാദാസ് മുൻഷി, കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി, ഇതിനെതിരെ നടപടിയെടുത്തില്ല എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ പുറത്തു വരികയാണ്. മറ്റൊന്ന്, ഈ കുന്തമനകളൊക്കെ ചെന്ന് നിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഷാഫി പറമ്പിലാണ് എന്ന രീതിയിൽ വളരെ വ്യക്തമായ തെളിവുകൾ ലഭിക്കുകയാണ്. കാരണം ഷാഫി പറമ്പിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗോഡ്ഫാദർ. ഈ ആരോപണങ്ങളും ഇതിന്റെ കുന്തമനകളും ഒക്കെ ചെന്ന് നിൽക്കേണ്ടത് ഷാഫി പറമ്പിലാണ് എന്ന ഒരു വസ്തുത ഇവരുടെ എതിരാളികൾ മനസ്സിലാക്കുന്നു എന്ന രീതിയിലുള്ള വലിയ വസ്തുതയും മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള ഒരു പാരവെപ്പ് ഇതിനുണ്ടായിട്ടുണ്ടോ? കാരണം കോൺഗ്രസിന്റെ ഗ്രൂപ്പ് രാഷ്ട്രീയം മിക്കപ്പോഴും പാർട്ടിക്കുള്ളിൽ തന്നെ, കോൺഗ്രസിനുള്ളിൽ തന്നെ അസൂയ ഉണ്ടാക്കുന്ന രീതിയിലായിരുന്നു ഷാഫി പറമ്പിലിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഒക്കെ വളർച്ച. പെട്ടെന്ന് തന്നെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആകുക, പാലക്കാട് സീറ്റിൽ വിജയിക്കുക. ഷാഫി പറമ്പിലും അങ്ങനെ തന്നെയായിരുന്നു. പാർട്ടിക്കുള്ളിൽ കൂടുതൽ സ്വീകാര്യനാകുന്ന നിമിഷങ്ങളായിരുന്നു ഷാഫി പറമ്പിലും ഉണ്ടായിരുന്നത്. ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടുകെട്ട് ആ പാർട്ടിയെ പെട്ടെന്ന് തന്നെ പിടിച്ചെടുക്കുമോ എന്ന തോന്നലുകളൊക്കെ ഉളവാക്കിയിരുന്ന ഒരു സന്ദർഭം കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ അവന്തികയുടെയും റിനിയുടെയും ഒക്കെ ഈ പ്രസ്താവനകൾക്ക് മുന്നിൽ ഏതെങ്കിലും ഉൾപാർട്ടി പ്രശ്നങ്ങളുണ്ടോ എന്ന രീതിയിൽ കൂടി സംഗതികൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു എന്നൊരു വസ്തുത കൂടിയുണ്ട്. എന്തായാലും ചില സ്ക്രീൻഷോട്ടുകളൊക്കെ, റിനിയുടെയൊക്കെ സ്ക്രീൻഷോട്ട് കാണിക്കുമ്പോൾ അത്
അത്രമേൽ ഒരു ആരോപണ വിധേയൻ ആകുവാൻ തക്കവണ്ണം ഉണ്ടോ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രവൃത്തികൾ എന്ന് തോന്നുകയാണ്. മിക്കപ്പോഴും അതൊരു സൗഹാർദ്ദപരമായ ചാറ്റാണ്. ഈ ഹണി ഭാസ്കറിന്റെ അവരുടെ നമ്മൾ ടി വിയിലൊക്കെ കൊടുക്കുന്ന അഭിമുഖങ്ങൾ കണ്ടാൽ മനസ്സിലാകുന്നത് അതിൽ അദ്ദേഹം ശ്രീലങ്കയിൽ പോകുന്നതുമായി ബന്ധപ്പെട്ട് ഹണി ഭാസ്കർ നേരത്തെ ശ്രീലങ്കയിൽ പോയിരുന്നു, അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. പക്ഷേ പിന്നീട് അദ്ദേഹം ഈ ചാറ്റ് ചെയ്യാൻ താല്പര്യപ്പെട്ടുകൊണ്ട് പിറ്റേന്നും അദ്ദേഹത്തിന്റെ മെസ്സേജുകൾ കണ്ടു എന്നൊരു ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത്. അല്ലാതെ മോശമായ കമന്റുകൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിൽ നിന്ന് ഉണ്ടായതായി അവർ പറയുന്നില്ല. ഈ ചാറ്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാനുള്ള ഒരു ടെൻഡൻസി രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്നീടുള്ള മെസ്സേജിൽ, പിറ്റേന്ന് രാവിലെ എടുത്ത് നോക്കിയപ്പോഴുള്ള മെസ്സേജിൽ കണ്ടു എന്നാണ് പറയുന്നത്. അത് എത്രത്തോളം ഇത്തരം ഈ ലൈംഗിക ചുവയുള്ള മെസ്സേജ് ഇട്ടു എന്നതുമായി ബന്ധപ്പെട്ട് പറയുവാൻ കഴിയും എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഉന്നയിക്കാൻ കഴിയുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് ഈ പെൺകുട്ടിയുടെ ഗർഭചിത്രം നടത്തിയതുമായി ബന്ധപ്പെട്ടാണ്. ബാക്കി അത് തന്നെ തെളിയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ബാക്കിയുള്ള ആരോപണങ്ങളൊക്കെ എത്രത്തോളം ശക്തമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാണ് ഏറ്റവും പരമപ്രധാനമായ വസ്തുത. പിന്നെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ, ആർക്കെങ്കിലുമൊക്കെ എതിരെ ഉന്നയിക്കപ്പെടുമ്പോൾ, നമ്മൾ ഈ സിനിമ ഫീൽഡിൽ തന്നെ ഇത്തരം ആരോപണങ്ങൾ ചില പ്രമുഖരായ നടന്മാർക്ക് എതിരെ വന്നപ്പോൾ പിന്നെ കുറെ ആളുകൾ ഈ പബ്ലിസിറ്റി കിട്ടും എന്നതിന്റെ പേരിൽ കുറച്ചധികം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. കാരണം ഇപ്പോൾ ഒരു ട്രെൻഡുണ്ട്, ഈ സോഷ്യൽ മീഡിയയിലേക്ക് നിറഞ്ഞു നിൽക്കുക, അതിനുവേണ്ടി എന്തും ചെയ്യുക, വൈറലാകുക എന്നൊക്കെയുള്ള വലിയ ട്രെൻഡുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫീൽഡ് ഔട്ടായി പോയ ആളുകളൊക്കെ ഇത്തരം ആരോപണങ്ങളുമായി മുന്നോട്ട് വരും എന്നൊരു വസ്തുത കൂടിയുണ്ട്. എന്തായാലും ആരോപണങ്ങളായി തന്നെ നിൽക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹം നിയമവ്യവസ്ഥയ്ക്ക് മുന്നിൽ കൊണ്ടുവരപ്പെടേണ്ട ആള് തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം പൊതുപ്രവർത്തകരൊക്കെ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് വിമുഖതരായി വിട്ടുനിൽക്കണം എന്ന് തന്നെയാണ്, അവർ സംശുദ്ധരായിരിക്കണം എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസവും. മറ്റൊന്ന് കൂടിയുണ്ട്, മിക്കപ്പോഴും ഈ CPM-ൻ്റെതായാലും കോൺഗ്രസിൻ്റെതായാലും BJP-യുടേതായാലും ആളുകൾ കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇത്രയും ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇത്തരം ഇൻഫ്ലുവൻസറോടൊക്കെ അവർ വല്ലാതെ ഒരു ഇടപഴകി ഉള്ള ഒരു സമീപനം സ്വീകരിക്കാറുണ്ട്. മിക്കപ്പോഴും അവർക്ക് വേണ്ടി അടിയും തൊഴിയും പോസ്റ്റർ ഒട്ടിക്കാനും ഒക്കെ പോകുന്ന ഈ പ്രവർത്തകർക്ക് കൊടുക്കേണ്ട ഒരു പ്രാധാന്യം മിക്കപ്പോഴും കിട്ടാറില്ല. മിക്കപ്പോഴും ഇത്തരം സോഷ്യൽ മീഡിയക്കാരുടെയും സിനിമാക്കാരുടെയും ഒക്കെ പിന്നാലെ പോയി അവർ ഫോട്ടോ എടുക്കാനും ചാറ്റ് ചെയ്യാനൊക്കെ നിൽക്കുന്നത് ഭാവിയിൽ അവർക്ക് ദോഷം ചെയ്യും എന്ന കാര്യത്തിൽ ഒട്ടും സംശയമില്ല. നമ്മുടെ ഒരു ചരിത്രം പഠിക്കുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാകുന്നത്. പ്രവർത്തകരോട് കൂടുതൽ അടുത്ത് നിൽക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ നേട്ടത്തിന്, നിങ്ങളെ മന്ത്രിയും MLA-യും MP-യും ഒക്കെ ആകുന്നതിന് അടികൊള്ളുകയും തൊഴികൊള്ളുകയും പോലീസിന്റെ മർദ്ദനമേൽക്കുകയും പോസ്റ്റർ ഒട്ടിക്കുകയും മക്കളെ പട്ടിണിക്ക് വിട്ടുവരികയും പാർട്ടിക്ക് ഫണ്ട് എത്തിക്കുകയും ചെയ്യുന്ന ഇത്തരം സാധാരണക്കാരായ പ്രവർത്തകരാണ്. ഈ സിനിമാക്കാരും അതുപോലെയുള്ള ആളുകളുമൊക്കെ, സെലിബ്രിറ്റികളുമൊക്കെ അവർക്ക് രാഷ്ട്രീയമായ നിലപാടുകളില്ല. അവരെല്ലാവരുടെയും പോയി ഇങ്ങനെ നിൽക്കും, എല്ലാവരോടും അനുഭവം പ്രകടിപ്പിക്കും, എന്നാൽ ആരോടൊപ്പവുമില്ല, ആരെങ്കിലും സീറ്റ് കൊടുത്താൽ അവിടെ മത്സരിക്കും. അങ്ങനെയൊക്കെയുള്ള സമീപനമുള്ള ആളുകളാണ്. അതുകൊണ്ട് രാഷ്ട്രീയ നേതാക്കന്മാർ അവരുടെ അണികളോട് കൂറു പുലർത്തുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ സെലിബ്രിറ്റികളുടെ വേക്കുന്ന പോകുന്ന സമീപനം നിർത്തലാക്കുക. തൽക്കാലം ഈ വീഡിയോയുമായി വിടവാങ്ങുകയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ജയ് ഹിന്ദ്.